നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഐ ഹാവ് സംതിങ് ടു ടെൽ അബൌട്ട് യു. ആളുകൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് ക്ഷമിക്കാതെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെക്കില്ല. ഒരു ദേഷ്യം, വാശി, സങ്കടം, വിഷമം, റിവെഞ്ച് ആയിട്ടൊന്നും നിങ്ങൾ കീപ്പ് ചെയ്യില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളൊരു എക്സ്പീരിയൻസ്ഡ് സോളാണ്, അല്ലെങ്കിൽ ഒരു പഴയ സോളാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇനി ആരെങ്കിലും നിങ്ങളടുത്ത് എന്തെങ്കിലും ചെയ്താലോ നിങ്ങളെ വേദനിപ്പിച്ചാലോ നിങ്ങൾക്കത് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചു വെക്കില്ല. ബിക്കോസ് നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെയാണ് ബേർഡൻസ് ഉണ്ടാവുന്നത്, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ലിമിറ്റ് ചെയ്യുന്നത്, നിങ്ങൾ തന്നെയാണ് ആവശ്യമില്ലാത്തൊരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ അലമാരയിൽ ഉപയോഗിക്കാത്ത കുറേ തുണികൾ നിറച്ചു വെച്ച് നമ്മൾ പുതിയ കാര്യങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തതുപോലെയാണ്. ജസ്റ്റ് ഇമാജിൻ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ മാനേജർ നിങ്ങൾ ചെയ്തിട്ടുള്ള വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യത്തിന് എല്ലാവരുടെ മുന്നിലും വെച്ച് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാണ്. നമുക്കത് വളരെ ഇൻസൾട്ട് ആവുന്ന കാര്യം തന്നെയാണ്, നമുക്കത് പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മളുടെ ഒരു സെൽഫ് റെസ്പെക്റ്റിനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അല്ലേ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ മാനേജർ എന്ന് പറയുന്നത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, വളരെ പ്രായമായിട്ടുള്ള ഒരാളായിരിക്കാം, ബട്ട് വളരെ കോമൺ സെൻസ് ആണ് നമ്മളൊരു വ്യക്തിയെ അത്രയും പബ്ലിക്കിന്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അല്ലെ, അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാളുടെ വാക്ക് കേട്ട് നിങ്ങൾ ഒരിക്കലും ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഈവൻ അത് വളരെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ മിസ്റ്റേക്സ് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്തായിരിക്കാം, നിങ്ങളുടെ കുട്ടികളോടായിരിക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പ്രവൃത്തി അത് എങ്ങനെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു കഴിവ് ഇല്ല അവർക്ക്. അവർ എത്ര പ്രായം അല്ലെങ്കിൽ എത്ര എക്സ്പീരിയൻസോ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും. ഇനി ചില ആളുകളിൽ നിന്നുള്ള വേദന നമുക്ക് വേണം, ബിക്കോസ് നമുക്കറിയാം പല ആളുകളും വളരെ ഇൻസൾട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിൽ നിന്നാണ് അവരുടെ ഒരു വലിയൊരു ഗ്രോത്തിലേക്ക് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇങ്ങനത്തെ ആളുകൾ ഒരു നിമിത്തമായിട്ട് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അതൊരു വലിയൊരു വൈരാഗ്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. ഒരു ഹെൽത്തി ആയിട്ടൊരു വാശിയായിട്ട് നമുക്ക് എടുക്കാം. ഒരിക്കലും നിങ്ങളൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമോഷൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ അത് കീപ്പ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഇങ്ങനെ വേദന തരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വീണ്ടും അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇതിൻ്റെ ഒരു മാഗ്നറ്റ് കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ വെക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഒരാളുടെ അടുത്ത് ക്ഷമിക്കാം,